Hi, this is Jeena here. ഇന്നിവിടെ ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫാമിലി ഫ്രണ്ട്സുമായിട്ടെല്ലാം പുറത്തു പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ലുക്കാണ്. ഫസ്റ്റ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ പ്രൈമർ ഇട്ട് നമ്മുടെ ഫേസ് ഒന്ന് പ്രെപ്പ് ചെയ്യുക. അത് പ്രെപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ബ്ലെൻഡ് ചെയ്യാൻ പറ്റും, നല്ല സോഫ്റ്റ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിന് സ്യൂട്ടബിളായിട്ടുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഫൗണ്ടേഷനാണ്. വളരെ തിന്നായിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോണ്ടോറിംഗ് ആണ്. കോണ്ടോറിംഗ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് കോണ്ടോറിംഗിലേക്ക് കടക്കാം. കോണ്ടോറിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് അവിടെ മാത്രം ചെയ്താൽ മതി. എല്ലാ സൈഡും എല്ലാ ഫേസിനും കോണ്ടോറിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കോണ്ടോറിംഗ് ചെയ്യുന്നത് നമ്മുടെ ചീക്ക് ബോൺ, ജോ ലൈൻ എല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റൗണ്ട് ഷേപ്പെല്ലാം സ്ലിം ആക്കണമെങ്കിൽ അതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ കോണ്ടോറിങ് ചെയ്യുന്നത്. ഷാരുവിൻ്റെ ഫേസിൻ്റെ ഈ ഭാഗം മാത്രം കോണ്ടോറിങ് ചെയ്താൽ മതി, കാരണം ഇവിടെ എല്ലാം നല്ല സ്ലിമ്മാണ്. ബ്രോഡായിട്ടുള്ള ഫോർഹെഡ് ആണെങ്കിൽ അത് കോണ്ടോറിങ് ചെയ്ത് നമ്മുടെ ഹെയർ ലൈനുമായിട്ട് നല്ല ബ്ലെൻഡ് ചെയ്ത് ഫോർഹെഡ് നല്ല ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. നോസും കൂടി നോസ് ഷാർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നോസ് കോണ്ടോറിങ് ചെയ്യുന്നത്. അതിനിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ ഇവിടെ നിന്ന് തിന്നാണെങ്കിൽ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആവശ്യമില്ല. ഇവിടെ ഇത്തിരി ബ്രോഡായതുകൊണ്ട് നമ്മളിവിടെ മാത്രം ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കോണ്ടോറിങ് ചെയ്തത് ഒരു ബ്രഷ് വെച്ച് നന്നായിട്ട് സോഫ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് സോഫ്റ്റ് ചെയ്യുക. ഞാൻ ഐബ്രോയ്ക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് ബോബി ബ്രൗൺ ആണ്. ബോബി ബ്രൗണിൻ്റെ ജെല്ലാണ്. കാരണം ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സ്ഥലത്ത് ഏറ്റവും ലാസ്റ്റിങ് സ്റ്റേയും ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റാണ് കുറച്ചും കൂടി നല്ലത്. നെക്സ്റ്റ് നമ്മൾ ഐ പ്രെപ്പ് ചെയ്യാൻ പോകണം. ഐ ഷാഡോ ലാസ്റ്റ് ചെയ്യാനും കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐലിഡിൻ്റെ ആ കളറ്, സ്കിൻ ടോൺ കുറച്ച് ഈവൺ ആവുകയും ചെയ്യും. ഈവൺ ആയതിനു ശേഷം അതിൻ്റെ മുകളിൽ ഐ ഷാഡോ ഇടുമ്പോഴാണ് ഐ ഷാഡോൻ്റെ കറക്റ്റ് ആ ഒരു കളറ് നമുക്ക് കിട്ടുന്നത്. ഐ ലാഷസ് എല്ലാം ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലാഷ് വെച്ചതിന് ശേഷം ഈ ബേസ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈ ലാഷിൻ്റെ എഡ്ജെല്ലാം വളരെ ക്ലീനായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. ഇതിൽ ലൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്.
ഇനി ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കോർണറിൽ. നമ്മൾ ഫേസ് കോണ്ടോറിങ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഐ മേക്കപ്പിലും കോണ്ടോറിങ് ഉണ്ട്. നമ്മുടെ ഐലിഡിൻ്റെ ഈ സ്റ്റാർട്ടിങ് ലെവലിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡും ഈ എൻഡിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡും ആണെങ്കിൽ ഐയുടെ ഷേപ്പ് നമുക്ക് ഡിഫറെൻ്റ് ആക്കാൻ പറ്റും. വളരെ സ്മോളായിട്ടുള്ള ഐലിഡ് ആണെങ്കിൽ വളരെ ബ്രോഡാക്കാൻ പറ്റും, ലെങ്ത്ത് കൂട്ടാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഐയുടെ ഷേപ്പ് ഒരുപാട് ഡിഫറെൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴും കോണ്ടോറിങ് ചെയ്യാം. എപ്പോഴും ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യും. എപ്പോഴും ഐ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് യൂസ് ചെയ്യും. ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണം എന്നില്ല. ബ്രൗണിൻ്റെ ലൈറ്റർ ബ്രൗൺ, ഡാർക്കർ ബ്രൗൺ, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് കോണ്ടോറിങ് ചെയ്ത് നല്ല ഷേപ്പാക്കാൻ പറ്റും. ഐലിഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഷിമ്മർ ടൈപ്പ് ഒരു ഐ ഷാഡോ ആണ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ഷെയ്ഡ്. നമ്മുടെ ഇന്നത്തെ ലുക്കിന് ഐ മേക്കപ്പിന് ബ്ലാക്ക് യൂസ് ചെയ്യുന്നില്ല. കാരണം ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐ വളരെ ഷാർപ്പാവും. നമ്മൾ സോഫ്റ്റ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് യൂസ് ചെയ്യാണ്ട് ബ്രൗൺ വെച്ചാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ മേക്കപ്പിന് കുറച്ചും കൂടി ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്രൗൺ ആണ് എഡ്ജിൽ മാത്രം കുറച്ച് അപ്ലൈ ചെയ്യാം. ഈ ലാഷിൻ്റെ എഡ്ജ് മാത്രം ജസ്റ്റായിട്ട് കൊടുക്കുക. മേക്കപ്പ് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ബ്ലഷ് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് എൻഹാൻസ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ലൈറ്റർ ഷെയ്ഡാണ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ന്യൂഡ് ഷെയ്ഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ന്യൂഡ് ഷെയ്ഡാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലാവർക്കും ഇഷ്ടം ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പിങ്ക് മിക്സ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലിപ്പ് ലൈനിങ് കറക്റ്റായിട്ടിടുക, നന്നായിട്ട് ഫില്ല് ചെയ്യുക. ലിപ്പിൻ്റെ എഡ്ജെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്ത് ലൈൻ ചെയ്ത് നിൽക്കുക. ലിപ്സ്റ്റിക് കൊണ്ട് തന്നെ ലൈൻ ചെയ്താൽ മതി. ലിപ്പ് ലൈനർ യൂസ് ചെയ്യണമെന്നില്ല.